ഹായ് ഓൾ, ദിസ് ഈസ് മീ. അപ്പോൾ ഞാൻ ചാനലിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ചാനലിൽ മനുഷ്യൻ്റെ മാക്സിമം വികാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സന്തോഷമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, അതുപോലെ തന്നെ സഹായം ആയിക്കോട്ടെ, അതിൽ പെടുന്ന തന്നെ പ്രതിഷേധവും പ്രതിരോധവും എല്ലാം ഞാൻ ഇതിലൂടെ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക, എതിർക്കുന്നവർക്ക് എതിർക്കുക, അതൊക്കെ ഞാനെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പറ്റില്ല വെച്ചാൽ നമ്മൾ മലയാള സിനിമ റിവ്യൂ ചെയ്യും, സിനിമ റിവ്യൂ ചെയ്യുന്ന കുറേ യൂട്യൂബ് ചാനലുകളും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മലയാള സിനിമ തന്നെ ഇപ്പം റിവ്യൂവേഴ്സിന് മുമ്പും ശേഷവും എന്നുള്ളൊരു ഒരു വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മൾ പണ്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പം ടിക്കറ്റ് ബുക്കിംഗ് പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സിനിമ ഇറങ്ങുന്നുണ്ട് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിന്ന് പോയി തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ സിനിമ കണ്ട് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മളാരും ഇത് ഭയങ്കരമായിട്ട് സിനിമ കീറി മുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പോകുന്നവരല്ല. സാധാരണ കൂലിപ്പണിക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്ന ചെറിയൊരു പൈസയും കൊണ്ട് ഒരാഴ്ചയിൽ ഒരു സിനിമ വരുമ്പോൾ പോയി ഒന്ന് സന്തോഷിക്കുക, ഒന്ന് ടൗണിലെല്ലാം പോയിട്ട് വരാൻ, ഒരു ഭക്ഷണമെല്ലാം കഴിക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ സിനിമയെല്ലാം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം അത് മാറിയിട്ട് നമ്മൾ ഇന്നയാളുടെ റിവ്യൂ വരട്ടെ, അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വരട്ടെ, ഉണ്ണി വ്ളോഗ്സിൻ്റെ വരട്ടെ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറി, നമ്മളെ സിനിമാസ്വാദകർ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നത് ഇവരുടെ കാഴ്ചപ്പാടുള്ള കാര്യങ്ങളാണ്. നമ്മളപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മൾ സിനിമക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആസ്വാദനമാണ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇവർ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് വേറൊരു ഡെഫിനേഷൻ ആയിരിക്കും, നിങ്ങൾക്കത് വേറെ ആയിരിക്കും, അശ്വന്തേട്ടന് വേറെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗതികെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു 100 രൂപ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് അവനോടുണ്ടാകുന്ന ആ ഒരു വികാരം, ഒരു സൗഹൃദം, അവനും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു അടുത്ത കൂട്ടുകാരൻ ദുബായിലേക്ക് പോകുമ്പോൾ നമ്മളെ കണ്ണുതറയും ഉണ്ടാകുന്ന ഒരു വികാരം, ഇതൊക്കെയാണ് നമ്മുടെ സൗഹൃദം. ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു സൗഹൃദത്തിനെ കുറിച്ചുള്ള ചെറിയൊരു സീന് കാണിച്ചാൽ തന്നെ എനിക്ക് ഇമോഷണലി എനിക്ക് കണ്ണു അറിയും സിനിമയിൽ. ഈ പറയുന്നവർക്ക് അതുപോലെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക്, അല്ലെങ്കിൽ അവർ പറയും എന്തോന്ന് ഒരാൾ ഗൾഫിൽ പോകുന്നതിന് ഒരാൾ കാര്യം എന്തോന്ന് ഇതൊക്കെ എന്താക്കി വെക്കുന്നത് അപരാധം, അങ്ങനെ പറയും അവർക്ക് സൗഹൃദത്തിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ അത്രയേ ഉണ്ടാവും. ഞാൻ പേഴ്സണലി അശ്വന്താട്ടനെ ഒരു പ്രാവശ്യം ഒരു പരിപാടിക്ക് പോയപ്പോൾ മീറ്റ് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയത് മൂപ്പർ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്, ഇടുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. മീൻസ് ഒരുപാട് ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു സുഹൃത്തുക്കളോ ഭയങ്കരമായിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൂപ്പർ ഒരു ഇടുങ്ങിയ ആ ഒരു സാധനം തന്നെയാണ് മൂപ്പരെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ മൂപ്പർക്ക് അത്രത്തോളം അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാവില്ല. ആ ഉള്ള കാഴ്ചപ്പാടും വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും വന്നിട്ട് പറയുന്നത്. ഞാൻ മൂപ്പരുടെ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ മൂപ്പരുടെ റിവ്യൂ ഞാൻ കാണലുണ്ട്. എനിക്ക് പൊതുവേ ഈ റിവ്യൂ കണ്ടിട്ട് സിനിമക്ക് പോകാൻ വേണ്ടി താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്ന് വെച്ചാൽ റിവ്യൂ കണ്ടിട്ട് പോകാന്നുള്ളതാണ്. നല്ല സിനിമയോ മോശം സിനിമയോ ആയിക്കോട്ടെ, നമുക്കാണല്ലോ അഭിപ്രായം. അല്ലാണ്ട് അയാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ പോയിട്ട് അയാൾ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് തെറ്റ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലല്ലാതെ നമ്മളെല്ലാവരും ഇതെടുത്തിട്ട് പോയിട്ട് പെണ്ണിനോട്ട് കൊടുത്ത് പോയിട്ട് സിനിമ ഇങ്ങനെ ക്യാമറ അനങ്ങിയിട്ടുണ്ട്, ഷെയ്ക്ക് ആയിട്ടുണ്ട്, ഇത് ആ നടിയെന്തിന് ഇത്ര കരഞ്ഞത്, ഇത്ര ലിറ്റർ എന്തിന് കണ്ടെന്ന് വേണം, അങ്ങനെയൊന്നും പറയാൻ പോകുന്നവരല്ല നമ്മളത് കാണും, നല്ലതോ ചീത്തയോ നമ്മൾ ഓക്കെ അത് പറയുന്നവരാണ് നമ്മൾ പണ്ട്. ഇപ്പം നേരെ മറിച്ച് ആ പറഞ്ഞത് ശരിയാ, കോക്ക് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അടി അങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ കൂടെയുള്ളവർ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവർ നമ്മളോട് പറയും ഇങ്ങനെയൊരു സീനുണ്ട്, അതിൻ്റെ അകത്ത് എന്തിനാ ഇങ്ങനെയൊരു സീൻ, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെയൊരു സീൻ, ആദ്യത്തെ സീൻ എന്തിനാണ്, അല്ല ലാസ്റ്റ് ഇങ്ങനെയാണെന്ന് പോലും, അതെല്ലാം ഭയങ്കര ബോറ്. നമ്മൾ ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് ആ സിനിമ നല്ലതാണോ മോശമാണോ നമ്മളെ അഭിപ്രായത്തിൽ എത്തും. അത് നമ്മളെ സിനിമാസ്വാദനത്തിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സിനിമാസ്വാദകരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിവ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതിൽ എതിർപ്പുണ്ടാവും, നിങ്ങൾക്ക് അത് കണ്ടിട്ട് പോവാം. ഞാൻ അവനൊന്നും പറയുന്നില്ല, ഞാൻ ചെയ്യുന്നവർ മോശമാണെന്നും പറയുന്നില്ല. ഇവരാരും സിനിമ റിവ്യൂ ചെയ്യുന്നത് മലയാള സിനിമേനെ അങ്ങ് നന്നാക്കി കളയാന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകരുടെ പൈസ ഈ സിനിമ ഇങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് പൈസ കളയണ്ട ഉദ്ദേശത്തിലോ ഒന്നും അല്ലാതെ നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ചെയ്യുന്നവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടൊന്നല്ല ഇവർ ചെയ്യുന്നത്, അവരവരുടെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കാര്യമാണ്, ഇവരുടെ ഈ റിവ്യൂ നമ്മൾ കണ്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് വളരെ മോശമായിട്ടുള്ള നമ്മുടെ സിനിമാസ്വാദനത്തിൽ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ റിവ്യൂ കാണലുണ്ട്, ഇവരൊക്കെ പോയി വന്നതിന് ശേഷം, സിനിമക്ക് പോയി വന്നതിന് ശേഷം ഇവരെന്താണ് പറയുന്നത്, ചിലപ്പോൾ നമ്മളെ സെയിം അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ പുഷ്പയുടെ സാധനം കണ്ടു, പുഷ്പയുടെ റിവ്യൂ കണ്ടു. പുഷ്പയുടെ പറഞ്ഞൊക്കെ ഏറെക്കുറെ ശരിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പുഷ്പ 2 ആണ്. പല സിനിമകളും മോശമായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിന്
നമ്മൾ എന്ത് കഴിക്കുമ്പോൾ കുറച്ച് കൊടുക്കണം എന്നാണ്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിൽ നിൽക്കും. ഒരുപാടാകുമ്പോൾ നമുക്കത് മടുപ്പ് വരും. അത് എനിക്ക് പുഷ്പ ബേസിക്കലി അങ്ങനെ പിന്നെ ഇറങ്ങി വരാൻ വേണ്ടി തോന്നി ഒരു മൈൻഡ്, അങ്ങനെ ഒരു സംഭവം തീർന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ സിനിമ കണ്ടതിൽ എനിക്ക് തീരരുത്, ഈ സിനിമ ഇവിടെ തീരരുതേ എന്ന് വിചാരിച്ച ഒരു സിനിമ ഹലോ മമ്മിയാണ്. ഞാൻ 2 ദിവസം മുമ്പേ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൂടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഹൊറർ പടമാണ്, നമ്മുടെ പഴയ മേഘസന്ദേശത്തിൻ്റെ ഒക്കെ ഒരു ജോണറാണ്. ഹ്യൂമറിലൂടെ പോകുന്ന ഒരു ഹൊറർ പരിപാടിയാണ് പകൽപൂരം. അതൊക്കെ നമ്മൾ കണ്ട് ലെജൻസ് ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മളത് ഓർക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും എഫക്റ്റ് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കി, കുഞ്ഞു മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല അഭിപ്രായമാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ സിനിമേനെ. പക്ഷേങ്കിൽ ഒരു അശ്വതേട്ടൻ അതിൻ്റെ എൻഡിൽ പറഞ്ഞിട്ട് അവസാനം എന്തൊക്കെയോ കാണിച്ചു, എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ. പക്ഷെ അത് ആ സിനിമയുടെ എൻഡിലാണ് ഞാൻ പല സ്ഥലത്തും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹ്യൂമർ വന്നിട്ട് അവിടെ കോമഡി നമുക്ക് ചിരിക്കാൻ തോന്നിയിട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ. ഷറഫുദ്ദീനാണ് ആ പടത്തിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. മൂപ്പര് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഹലോ മമ്മി താഴത്തില്ലടാന്ന് പറഞ്ഞിട്ട്. താഴത്തില്ല, അതുപോലുള്ള സിനിമകൾ താഴാൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ ഒന്ന് പോയി കാണണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി വേണം നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അത് എനിക്ക് പേഴ്സണലി അത്രയും ഫീൽ ആയിട്ടുള്ളൊരു പടമാണ്, അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പടമായിരുന്നത്. നമ്മളിപ്പം പറയില്ലേ പഴയ വിൻറ്റേജ് ലാലേട്ടൻ എന്നൊക്കെ പറയില്ലേ, വിൻറ്റേജ് ലാലേട്ടൻ ഒരു വീണ്ടും നമ്മൾ കണ്ടതുപോലെ ഷറഫുദ്ദീൻ അതുപോലെയാണ് അതിനകത്ത് ആക്ട് ചെയ്തിട്ടുള്ളത്. മൂപ്പരുടെ ഹ്യൂമർ ആയിക്കോട്ടെ, ആ ഒരു ടൈമിംഗ് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല. എല്ലാവരും അജുവേട്ടൻ ആയിക്കോട്ടെ, അവരെല്ലാവരും അതിനകത്ത് വന്ന കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. അതിൻ്റെ എൻഡിലോട്ട് വരുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, മുഖമില്ല, ഫേസ് ഇല്ല ആ ക്യാരക്ടറിന്, നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കണിക ആയിക്കോട്ടെ, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് മുഖമോ ഫേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കണികേനെ കാണിച്ചിട്ട് നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്. സിനിമ നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്നൊക്കെ പറയും, പക്ഷേ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ആ കണ്ട സിനിമ. അതിൻ്റെ എൻഡിൽ ജഗദീഷ് ചേട്ടൻ പറയുന്നുണ്ട് അതെൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഒരു വിങ്ങനെ വരാനുണ്ട് നമ്മുടെ മനസ്സിൽ. അത് അന്ന് കിട്ടിയ അതേ ഫീൽ എനിക്കിപ്പം പറയുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ബിജുവാടിനോട് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ബിജുവാടാ ഈ പടം ഷുവറായിട്ട് നിങ്ങൾ പോയി കാണണം. അപ്പോൾ അത്രയും കിടിലൻ പടമാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അവർക്കൊക്കെ ആ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ. നല്ല സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇപ്പം മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാരുണ്ടാവുമല്ലോ, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മമാരുള്ള മക്കൾ, അവർക്ക് എപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേ അവർ കാണുമല്ലോ. അപ്പോൾ അവർക്ക് സിനിമയിൽ എത്ര മാതൃത്വം കാണിച്ചാലും അമ്മപ്പാസം കാണിച്ചാലും അവർക്ക് എപ്പോഴും അമ്മ നെഗറ്റീവ് റോളിൽ തന്നെ ഉണ്ടാവുക. പക്ഷേങ്കിൽ അമ്മ അത്രയും സ്നേഹിക്കുന്ന മക്കൾക്കായിക്കോട്ടെ അതുപോലുള്ളവർക്ക് അമ്മ എന്ന് പറയുമ്പം അത് അത്രയും ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളും എല്ലാവരുടെയും ധാരണകളും ഒക്കെ മാറ്റാണ്. വീണ്ടും ഞാൻ പറയുന്നത് ഇതുപോലുള്ള റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുമ്പം നമ്മളെ സിനിമ ആസ്വാദനത്തിനെയാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതിനെ കൊണ്ട് അവർ റിവ്യൂ ചെയ്യാൻ നിൽക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ കാണുന്നവരോട്, ആ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വേണ്ടി പോകുന്നവരോട് പറയുന്നതാണ്, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റാണ്, നമ്മളതും മാറ്റാണ്. അപ്പോൾ നമ്മൾ ആ സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളിത് ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്, അത് കീറി മുറിച്ചിട്ട് ഇവരെ പോലെ. അപ്പോൾ പ്രബന്ധം തയ്യാറാക്കാണെന്നല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ സിനിമ ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രം. നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അല്ലാതെ ഇതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഇന്നലെ പുഷ്പ കണ്ടപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, ഹലോ മമ്മി കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വേറെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ ബൈ.